ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ മഹാസമാധി. കന്നി 5-ാം തീയതി വന്നെത്തി. അന്ന് ഒരു ചാറ്റൽ മഴയുള്ള ദിവസം ആയിരുന്നു. പ്രകൃതി കണ്ണുനീർ പൊഴിച്ച് നിശ്ചേഷ്ടയായി നിന്നു. ഉച്ചയായപ്പോഴേക്കും മാനം ശരത്കാലത്തേതുപോലെ നല്ലവണ്ണം തെളിഞ്ഞു. തൃപ്പാദങ്ങൾ കൽപ്പിച്ച പ്രകാരം അന്നെല്ലാവർക്കും ഭക്ഷണം നൽകി. സായാഹ്ന സൂര്യൻ പശ്ചിമാകാശത്തിൽ അണഞ്ഞു. തത്സമയം ഗുരുദേവ ശിഷ്യനായ മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ തൃപ്പാദ സന്നിധിയിൽ യോഗാവാസിഷ്ടം ജീവൻ മുക്തി പ്രകരണം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം ഏതാണ്ട് 3:15 മണിയോടടുത്തു. നമുക്ക് നല്ല ശാന്തി അനുഭവപ്പെടുന്നു എന്നരുളി തൃപ്പാദങ്ങൾ കിടക്കയിൽ എഴുന്നേറ്റിരിക്കുവാനൊരുങ്ങി. തൃപ്പാദ ശിഷ്യനായ അച്യുതാനന്ദ സ്വാമികൾ ആ ദിവ്യ കളേബരത്തെ താങ്ങി പിടിച്ചു. അപ്പോൾ ശരീരം പത്മാസനത്തിൽ ബന്ധിച്ചിരുന്നു. 1928 സെപ്റ്റംബർ 20, 1104 കന്നി 5, ശുക്ലഷഷ്ഠി, വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30. ശിവഗിരി വൈദിക മഠത്തിലെ കിടക്കയിൽ ബ്രഹ്മചൈതന്യ സ്വരൂപനായി ഇരിക്കുന്ന ആ മഹാഗുരുവിന്റെ തിരുസന്നിധിയിൽ ഉണ്ടായിരുന്ന തൃപ്പാദ ശിഷ്യന്മാർ ഉപനിഷത് സാര സർവസ്വമായ ദൈവദശകം ആലാപനം ചെയ്തു തുടങ്ങി. ഭഗവാന്റെ കൽപ്പന പ്രകാരം മുൻപ് പലപ്പോഴും വിശ്രമവേളകളിൽ തൃപ്പാദ ഭക്തന്മാർ ആ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു. താൻ സജാതീയ വിജാതീയ സ്വഗതഭേദ ശൂന്യമായ പരബ്രഹ്മ സ്വരൂപമാണെന്ന പരിപൂർണ അനുഭൂതിയുടെ അഭയാവസ്ഥയിൽ സച്ചിദാനന്ദ സ്വരൂപനായി പരമ്പൊരുളിൽ മൃദുവായി അമർന്നുകൊണ്ടിരിക്കുന്ന ആ ജീവൻ മുക്തന്റെ തിരുസന്നിധാനത്തിൽ ശ്രീ ധർമ്മതീർത്ഥ സ്വാമികൾ, സുഗുണാനന്ദഗിരി സ്വാമികൾ, അച്യുതാനന്ദ സ്വാമികൾ, നരസിംഹസ്വാമികൾ തുടങ്ങിയ ശിഷ്യന്മാരും ബ്രഹ്മചാരികളും ചേർന്ന് തൃപ്പാദ വിരചിതമായ ദിവ്യസ്തോത്രങ്ങൾ ഈണത്തിൽ ഭക്തി നിർഭരമായി ആലാപനം ചെയ്തുകൊണ്ടിരുന്നു. സാന്ദ്രവും ദിവ്യവുമായ നിർവാണത്തിന്റെ സാന്ദ്രസുന്ദരമായ പ്രശാന്തി എങ്ങും നിറഞ്ഞു വ്യാപിക്കവേ പ്രകൃതി ആ ഗുരുമൊഴികൾ സ്വയം ആമന്ത്രണം ചെയ്യുന്നതായി തോന്നിയത്രേ. ആഴമേറും നിന്മകസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം എന്ന അവസാനത്തെ വരികൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ലോകജനതയെ മുഴുവൻ കാരുണ്യവർഷം തൂകി അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവന്റെ തൃക്കണ്ണുകൾ സാവധാനം അടഞ്ഞു. ഭഗവാൻ മഹാസമാധിസ്ഥനായി.